നമസ്കാരം, NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ആൻഡോ കല്ലേരി. ആദ്യം പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തീകരിച്ചു. ജില്ലയിൽ മികച്ച പോളിംഗ്. വിവിധ പോളിംഗ് ബൂത്തുകളിൽ മെഷീൻ പണിമുടക്കിയത് വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും വലച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കിഴക്കൻ വനമേഖലയിലുള്ള ആദിവാസി കുടുംബങ്ങൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് ചൊക്കന എസ്റ്റേറ്റിലെ റിക്രിയേഷൻ ക്ലബിൽ സജ്ജീകരിച്ച ബൂത്തിൽ. നടത്തറ പഞ്ചായത്ത് വലക്കാവ് LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാർക്ക് നേരെ തേനീച്ചയുടെ ആക്രമണം, 11 പേർക്ക് പരിക്കേറ്റു. തലൂരിൽ സ്ഥാനാർത്ഥിക്ക് സ്കൂട്ടറിടിച്ച് പരിക്ക്. NDA സ്വതന്ത്ര സ്ഥാനാർത്ഥി PL ജോസിനാണ് പരിക്കേറ്റത്. മറ്റത്തൂർക്കുന്നിൽ ഭീമൻ തേനീച്ചക്കൂട് പരിസരവാസികൾക്ക് ഭീഷണിയായി. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തീകരിച്ചു. ജില്ലയിൽ മികച്ച പോളിംഗ്. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് വ്യാഴാഴ്ച വോട്ടെടുപ്പ് നടന്നത്. ആവേശത്തോടെയാണ് ജനങ്ങൾ ഇക്കുറി വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. രാവിലെ മുതൽ ചിലയിടങ്ങളിൽ നീണ്ട നിരയായിരുന്നു പോളിംഗ് ബൂത്തുകൾക്ക് മുൻപിൽ. അതേസമയം പലയിടത്തും ആദ്യ മണിക്കൂറിൽ നന്നേ തിരക്ക് കുറവായിരുന്നു. വോട്ടെടുപ്പിന്റെ ആദ്യ മണിക്കൂറുകളിൽ തന്നെ പലയിടത്തും വോട്ടിംഗ് മെഷീൻ തകരാറിലായത് പോളിംഗിനെ കാര്യമായി ബാധിച്ചു. പ്രശ്നം പരിഹരിച്ച് വോട്ടെടുപ്പ് തുടർന്നെങ്കിലും ചിലയിടങ്ങളിൽ വോട്ടർമാർ ഏറെ നേരം കാത്തു നിൽക്കേണ്ടി വന്നു. ജില്ലയിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്. പോളിംഗ് അവസാനിക്കുന്ന ഔദ്യോഗിക സമയമായ വൈകിട്ട് 6 മണിക്ക് ജില്ലയിൽ 76% പോളിംഗ് രേഖപ്പെടുത്തി. 6 മണിക്ക് ശേഷവും ഏതാനും ബൂത്തുകളിൽ വോട്ടർമാരുണ്ടായിരുന്നു. ഇതുകൂടി പരിഗണിക്കുമ്പോൾ അവസാനത്തെ കണക്കെടുപ്പിൽ ജില്ലയിലെ പോളിംഗ് ഇനിയും ഉയരും. വിവിധ പോളിംഗ് ബൂത്തുകളിൽ മെഷീൻ പണിമുടക്കിയത് വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും വലച്ചു. അളഗപ്പനഗർ പഞ്ചായത്തിലെ മണ്ണമ്പേട്ട മാതാ ഹൈസ്കൂളിൽ 17ാം വാർഡ് 1-ാം നമ്പർ ബൂത്തിൽ 5 പേർ വോട്ട് ചെയ്തതോടെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. അല്പസമയത്തിനകം പ്രശ്നം പരിഹരിച്ചു. അളഗപ്പനഗർ പഞ്ചായത്തിലെ 8ാം വാർഡ് പൂക്കോട് SNUP സ്കൂളിലെ 2ാം ബൂത്തിലെ മെഷീൻ രാവിലെ 7:30 തകരാറിലായി. വോട്ടിംഗ് 1.5 മണിക്കൂറോളം തടസ്സപ്പെട്ടു. പുതിയ മെഷീൻ എത്തിച്ചാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. നെന്മണിക്കര പഞ്ചായത്തിലെ ചിറ്റിശ്ശേരി പാരിഷ് ഹാളിൽ വോട്ടിംഗ് അല്പസമയം വൈകി. നിശ്ചിത ദൂരപരിധിക്കുള്ളിൽ പാർട്ടി ചിഹ്നം വരച്ചിട്ടുണ്ടെന്ന് ആരോപിച്ചുള്ള തർക്കമായിരുന്നു പ്രശ്നം. പിന്നീട് വോട്ടിംഗ് പുനരാരംഭിച്ചു. കോടാലി GLP സ്കൂളിലെ 1-ാം ബൂത്തിലും മെഷീൻ തകരാറിലായി. വരന്തരപ്പള്ളി പഞ്ചായത്തിലെ എച്ചിപ്പാറ സ്കൂളിലെ വോട്ടെടുപ്പ് മെഷീൻ തകരാറ് മൂലം ഇടയ്ക്കിടെ നിർത്തിവെക്കേണ്ടി വന്നു. തുടർന്ന് പ്രശ്നം പരിഹരിച്ചു. മുപ്പിളിയം ഗവൺമെന്റ് സ്കൂളിലെ 4-ാം നമ്പർ ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായതിനെ തുടർന്ന് 1 മണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടു. പുതിയ മെഷീൻ എത്തിച്ചാണ് വോട്ടിംഗ് പുനരാരംഭിച്ചത്. പുതുക്കാട് പഞ്ചായത്ത് 3-ാം വാർഡ് പുതുക്കാട് സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. തകരാർ പരിഹരിച്ചുവെങ്കിലും വോട്ടിംഗ് മന്ദഗതിയിലായിരുന്നുവെന്ന് വോട്ടർമാർ ആരോപിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ ആലേങ്ങാട് ശങ്കര UP സ്കൂളിലെ 8-ാം വാർഡ് 2-ാം ബൂത്തിൽ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. പിന്നാലെ തകരാർ പരിഹരിച്ചു. തൃക്കൂർ പഞ്ചായത്തിലെ കള്ളായി PGMM LP സ്കൂളിലെ 10-ാം വാർഡിൽ 1-ാം നമ്പർ ബൂത്തിലെ വോട്ടിംഗ് മെഷീൻ തകരാറിലായി. വെളിച്ചക്കുറവും ഇന്റർനെറ്റ് പ്രതിസന്ധിയും ചിലയിടങ്ങളിൽ ഭാഗികമായി ബാധിച്ചു. അളഗപ്പനഗർ പഞ്ചായത്തിന്റെ 19-ാം വാർഡിന്റെ വോട്ടിംഗ് കേന്ദ്രമായ അളഗപ്പനഗർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ യന്ത്ര തകരാർ മൂലം വോട്ടിംഗ് തടസ്സപ്പെട്ടത് 40-ലേറെ തവണ. ഓരോ പ്രാവശ്യവും യന്ത്ര തകരാർ പരിഹരിക്കാൻ ഏകദേശം 15 മിനിറ്റോളം ആവശ്യമായി വന്നു. ഇതോടെ ബൂത്തിലെത്തിയ നിരവധി വോട്ടർമാർ വോട്ട് ചെയ്യാതെ തിരിച്ചുപോയതായി സ്ഥാനാർത്ഥികളും നേതാക്കളും പറഞ്ഞു. തുടർന്ന് വേറെ വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ച് വോട്ടിംഗ് തുടരണമെന്ന് സ്ഥാനാർത്ഥികൾ ആവശ്യം ഉന്നയിച്ചെങ്കിലും പണിമുടക്കിയ യന്ത്രങ്ങളുടെ തകരാർ പരിഹരിച്ച് വോട്ടിംഗ് തുടരുകയായിരുന്നു.
യന്ത്രത്തകരാർ മൂലം ഉച്ചയ്ക്ക് 2 മണിവരെ 450-ൽ താഴെ വോട്ടർമാർക്ക് മാത്രമേ വോട്ട് രേഖപ്പെടുത്താൻ സാധിച്ചുള്ളൂ. ഉച്ചതിരിഞ്ഞ് 4 മണിയായിട്ടും 200ഓളം പേരാണ് വോട്ട് ചെയ്യാൻ കാത്തുനിന്നത്. വോട്ടിംഗ് സമയം അവസാനിക്കുന്ന 6 മണിക്ക് 131 പേർ ക്യൂവിൽ ഉണ്ടായിരുന്നു. ഇവർക്ക് ടോക്കൺ നൽകി വോട്ട് ചെയ്യേണ്ടത് എങ്ങനെയെന്ന് കൃത്യമായി ഉദ്യോഗസ്ഥർ വോട്ടർമാരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയാണ് വോട്ടെടുപ്പ് നടപടികൾ പൂർത്തീകരിച്ചത്. പഞ്ചായത്തിലെ 19ാം വാർഡിൽ 1250 വോട്ടർമാരുണ്ട്. ഇവിടെ ഒരു ബൂത്ത് മാത്രമാണ് സജ്ജീകരിച്ചിരുന്നത്. നമുക്ക് ഈ ഗ്രാമപഞ്ചായത്തിലേക്ക് ആകെ 3 കാൻഡിഡേറ്റേ ഉള്ളൂ. അതുകൊണ്ട് ഈ 3 മാത്രമേ ഇവിടെ ഉള്ളൂ. 3 ഉള്ളൂ. നമ്മൾ ആക്രമണം ചെയ്യുന്നത് അവർക്ക് നമ്മൾ പണ്ട് ലാൻഡ് ഫോണിലൊക്കെ പ്രസ് ചെയ്തില്ലേ, അതുപോലെ ഒന്ന് പ്രസ് ചെയ്താൽ മതിയാവും. അതുപോലെ ഒന്ന് നെക്കി പിടിക്കുമ്പോഴാണ് കംപ്ലൈന്റ് ആകുന്നത്. ഈ രണ്ടാമത്തേത് അങ്ങനെ തന്നെ, മൂന്നാമത്തേത് അങ്ങനെ തന്നെ. ഇപ്പൊ ഈ നീളത്തിലുള്ള സൗണ്ട് കേൾക്കുന്നത് നമ്മുടെ 3 വോട്ടും ശരിയായി കഴിയുമ്പോൾ സിസ്റ്റം ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്യണം, നമ്മൾ ചെയ്യുന്നതല്ല. അപ്പൊ അതുകൊണ്ട് മൂന്നാമത്തേത് ഇതുപോലെ തന്നെ സാധാരണ പോലെ പ്രസ് ചെയ്താൽ മതി. ഇങ്ങനെ തന്നെയായിരിക്കും അവിടെ സിസ്റ്റം കാണുന്നത്. ഇതിനകത്ത് 3, ഇതിനകത്ത് 3, ഇതിനകത്ത് 4 ആയിരിക്കും ഉള്ളത്. അതിനകത്ത് ഏതാന്ന് വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ചെറിയ സൗണ്ട് കേൾക്കാം. ജനപ്രതിനിധികളും സാമൂഹ്യ രാഷ്ട്രീയ കായിക ലോകത്തെ പ്രമുഖരും വോട്ട് രേഖപ്പെടുത്തി. കെ രാമചന്ദ്രൻ MLA പുലക്കാട്ടുകര ഹോളി ഫാമിലി UP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കുടുംബസമേതമായിരുന്നു അദ്ദേഹം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിലും ഇത്തവണ LDF മികച്ച വിജയം നേടുമെന്ന് MLA ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. എൻ്റെ വോട്ട് പുലക്കാട്ടുകര ഹോളി ഫാമിലി LP സ്കൂളിലാണ്. നന്മണിക്കര ഗ്രാമപഞ്ചായത്തിലെ 3ാം വാർഡിലാണ് എനിക്ക് വോട്ട്. എൻ്റെ കുടുംബത്തിനും ഞങ്ങൾ കുടുംബസമേതം ഇപ്പോൾ ഇവിടെ വോട്ട് ചെയ്ത് വന്ന് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നന്മണിക്കര ഗ്രാമപഞ്ചായത്ത് ഏതാണ്ട് കഴിഞ്ഞ തവണ ഒരു സീറ്റ് ഒഴിച്ചെല്ലാം ജയിച്ചു വന്ന ഒരു പഞ്ചായത്താണ്. ഇത്തവണയും എല്ലാ സീറ്റിലും വിജയിക്കാവുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ 8 ഗ്രാമപഞ്ചായത്തുകളിൽ 8ഉം വിജയിച്ചു വരാനാണ് സാധ്യത. കഴിഞ്ഞ തവണ 5ഉം 3 UDF ആയിരുന്നു. ഇത് 3ഉം ഇത്തവണ UDFൻ്റെ കൈവശം ഉള്ളത് തിരിച്ചു പിടിക്കും എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളാണ് ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുള്ളത്. 8 ഗ്രാമപഞ്ചായത്തുകളും പുതുക്കാട് നിയോജക മണ്ഡലത്തിലെ LDFൻ്റെ ഭരണസമിതി വരും എന്നാണ് കരുതുന്നത്. DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് തലൂർ സെന്റ് തെരസിറ്റാസ് UP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. സർക്കാരിനെതിരെയുള്ള വിധിയെഴുത്തായിരിക്കും ഈ തെരഞ്ഞെടുപ്പെന്ന് ജോസഫ് ടാജറ്റ് പ്രതികരിച്ചു. ഐതിഹാസിക വിജയം UDFനുണ്ടാകുമെന്ന പ്രതീക്ഷയും ടാജറ്റ് പങ്കുവച്ചു. ഭാര്യ മാഗിയും ടാജറ്റിനൊപ്പം വോട്ട് രേഖപ്പെടുത്താൻ എത്തിയിരുന്നു. എല്ലാ പോളിംഗ് സ്റ്റേഷനിലും നീണ്ട ക്യൂ തന്നെയാണ്. അത് രാവിലെ മുതൽ തുടരുകയാണ്. സംസ്ഥാന സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ ജനദ്രോഹ നടപടികൾക്കെതിരെയുള്ള ശക്തമായ വിധിയെഴുത്തായിട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണുന്നത്. തദ്ദേശ സ്ഥാപനങ്ങളെ അധികാര വികേന്ദ്രീകരണം എന്നുള്ളത് കേന്ദ്രീകൃത സ്വഭാവത്തിലേക്ക് മാറ്റുകയാണ് പിണറായി സർക്കാർ ചെയ്തത്. മാത്രമല്ല, ഇന്ന് സർക്കാരിൻ്റെ നടപടികൾ കൊണ്ട് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം, അതുപോലെ തന്നെ വിശ്വാസികൾക്കേറ്റ മുറിവ്, അതൊക്കെ ഇന്ന് വോട്ടർമാരുടെ ഇടയിൽ വലിയ ചർച്ചാ വിഷയമായിരിക്കുന്നു. സമൂഹം ചർച്ച ചെയ്യുന്നത് സർക്കാരിനെതിരെയുള്ള ആ ഭരണവിരുദ്ധ വികാരം തന്നെയാണ്. ആ ഭരണവിരുദ്ധ വികാരം ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിൽ തീർച്ചയായും പ്രതിഫലിക്കും. ഈ തെരഞ്ഞെടുപ്പ് ഐതിഹാസികമായ വിജയം UDFനുണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് പറയാൻ. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അളഗപ്പ നഗർ ഗ്രാമപഞ്ചായത്ത് അളഗപ്പ വെസ്റ്റ് 2ാം വാർഡിലെ 6ാം നമ്പർ 3G അംഗൻവാടിയിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കുടുംബസമേതം എത്തിയാണ് അദ്ദേഹം വോട്ട് രേഖപ്പെടുത്തിയത്. റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ അന്തിക്കാട് KGM LP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. കുടുംബസമേതമാണ് മന്ത്രി വോട്ട് രേഖപ്പെടുത്താനെത്തിയത്. ഫുട്ബോൾ താരം IM വിജയൻ തൃശൂർ പാട്ടുരാക്കലിലെ ദേവമാത CMI പബ്ലിക് സ്കൂളിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഈ സമയത്ത് ബൂത്തുകൾ സന്ദർശിക്കാനെത്തിയ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനുമായി വിജയൻ സൗഹൃദ സംഭാഷണവും നടത്തി. സംവിധായകൻ സത്യൻ അന്തിക്കാട് കുടുംബസമേതം അന്തിക്കാട് ഗവൺമെന്റ് LP സ്കൂളിലെത്തിയാണ് വോട്ട് രേഖപ്പെടുത്തിയത്.
ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു, CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ എന്നിവർ തൃശൂർ ശ്രീ കേരളവർമ്മ കോളേജിലെ പോളിംഗ് ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തി. തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലാകുമെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. കഴിഞ്ഞ 10 വർഷക്കാലത്തെ വികസന പ്രവർത്തനങ്ങളുടെ ജനവിധിയാകും. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങളിൽ ജനങ്ങൾക്ക് പൂർണ്ണ സംതൃപ്തിയാണ് ഉള്ളതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന സർക്കാരിന്റെ സ്വീകാര്യത ഏറ്റവും അധികം വർദ്ധിച്ച സമയത്താണ് തെരഞ്ഞെടുപ്പ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടക്കം തുടർഭരണമുണ്ടാകുമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം A വിജയരാഘവൻ പറഞ്ഞു. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തിലാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകർ വോട്ടർമാരെ കാണാൻ ചെല്ലുമ്പോൾ വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ജനങ്ങൾക്കറിയാം ആരാണ് അവരോട് ചേർന്ന് നിന്ന് അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ നടപ്പാക്കുന്ന വികസന പ്രവർത്തനങ്ങളും ക്ഷേമ പരിപാടികളും ജനങ്ങൾ അവരുടെ ഹൃദയത്തിൽ തൊട്ട് സ്വീകരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ വാർഡുകളിലും വിജയ സാധ്യത ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ജനങ്ങൾ നല്ല പ്രോത്സാഹനമാണ് നൽകി വരുന്നത്. ചരിത്ര മുന്നേറ്റമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കാൻ പോകുന്നത്. വലിയ വിജയം സംസ്ഥാനത്തെ എല്ലാ തലത്തിലുമുള്ള തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇത്തവണ ലഭിക്കും. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയമാണ് ലഭിക്കാൻ പോകുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF സ്വീകരിച്ച അത്യന്തം അവസരവാദപരമായ രാഷ്ട്രീയ നിലപാടുകളോടുള്ള ജനങ്ങളുടെ എതിർപ്പ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിലൂടെ പ്രകടമാവാൻ പോവുകയാണ്. BJP ആണ് നമ്മുടെ രാജ്യത്ത് അപകടകരമായ വർഗീയതയിലൂടെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന പ്രചരണ പ്രവർത്തനങ്ങൾ തുടർച്ചയായി നടത്തിപ്പോരുന്നത്. നടത്തറ പഞ്ചായത്ത് വലക്കാവ് LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാർക്ക് നേരെ തേനീച്ചയുടെ ആക്രമണം. 11 പേർക്ക് പരിക്കേറ്റു. വ്യാഴാഴ്ച രാവിലെ 7:30ഓടെയാണ് സംഭവം. വാർഡ് മെമ്പർ ഉൾപ്പെടെ 11 പേർക്കാണ് പരിക്കേറ്റത്. വോട്ട് ചെയ്ത് മടങ്ങുന്നതിനിടയിലാണ് പലർക്കും കുത്തേറ്റത്. പരിക്കേറ്റ 8 പേരെ നടത്തറയിലെ സ്വകാര്യ ആശുപത്രിയിലും മറ്റ് 3 പേരെ തൃശൂർ ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. പഞ്ചായത്ത് അംഗം TP മാധവൻ, ഉണ്ണി, ജോയൽ, ഷിനു, വിജീഷ്, വിനീത്, റോഷ്നി, അർജുൻ എന്നിവർക്കാണ് നടത്തറയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ നൽകിയത്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റ അർജുനെ ജൂബിലി മിഷൻ ആശുപത്രിയിലേക്ക് മാറ്റി. 3 പേർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. വനംവകുപ്പ് ഉദ്യോഗസ്ഥരും തൃശൂരിൽ നിന്നുള്ള അഗ്നിരക്ഷാസേനയും സംഭവസ്ഥലത്ത് എത്തിയിരുന്നു. മറ്റത്തൂർക്കുന്നിൽ ഭീമൻ തേനീച്ചക്കൂട് പരിസരവാസികൾക്ക് ഭീഷണിയായി. ജാതിമരത്തിൽ കൂടുവെച്ചിട്ടുള്ള തേനീച്ചകളാണ് സമീപത്തെ 10ഓളം വീടുകൾക്ക് പേടി സ്വപ്നമായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഏതാനും പേർക്ക് തേനീച്ചയുടെ കുത്തേറ്റിരുന്നു. രാത്രിയിൽ വീടുകളിലെ വെളിച്ചത്തിലേക്ക് തേനീച്ചകൾ പറന്നു വരുന്നതിനാൽ സന്ധ്യയായാൽ തേനീച്ചകളെ ഭയന്ന് പുറത്തിറങ്ങാനാകാത്ത സ്ഥിതിയാണ്. വനംവകുപ്പിനെയും പോലീസിനെയും വിവരം അറിയിച്ചെങ്കിലും തേനീച്ചക്കൂട് നശിപ്പിക്കാനുള്ള നടപടികൾ ഉണ്ടായിട്ടില്ല. തലൂരിൽ സ്ഥാനാർത്ഥിക്ക് വാഹനമിടിച്ച് പരിക്ക്. നെന്മണിക്കര പഞ്ചായത്ത് 1-ാം വാർഡ് NDA സ്വതന്ത്ര സ്ഥാനാർത്ഥി PL ജോസിനാണ് പരിക്കേറ്റത്. പോളിംഗ് ബൂത്തിൽ നിന്ന് ചായ കുടിക്കാൻ റോഡ് കുറുകെ കടക്കുന്നതിനിടെ സ്കൂട്ടർ ഇടിക്കുകയായിരുന്നു. വ്യാഴാഴ്ച വൈകിട്ട് 4:30ഓടെയായിരുന്നു സംഭവം. അദ്ദേഹത്തെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കിഴക്കൻ വനമേഖലയിലുള്ള ആദിവാസി കുടുംബങ്ങൾ തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിച്ചത് ചൊക്കന എസ്റ്റേറ്റിലെ റിക്രിയേഷൻ ക്ലബ്ബിൽ സജ്ജീകരിച്ച ബൂത്തിലാണ്. പഞ്ചായത്തിലെ 10-ാം വാർഡായ ചൊക്കനയിൽ ഉൾപ്പെടുന്ന ശാസ്താംപൂവം, കാടർ ഉന്നതി, കാരിക്കടവ്, മലയർ ഉന്നതി എന്നിവിടങ്ങളിൽ നിന്നുള്ളവരാണ് ഈ ബൂത്തിലെത്തി വോട്ട് ചെയ്തത്. കാരിക്കടവ് ഉന്നതിയിലെ 40ഓളം വരുന്ന വോട്ടർമാരിൽ ഒട്ടുമിക്കവരും രാവിലെ 10 മണിയോടെ തന്നെ ഇവിടെ എത്തി വോട്ട് ചെയ്തു. ശാസ്താംപൂവം, കാടർ ഉന്നതിയിലെ ആദിവാസികൾ മൂപ്പൻ സേവ്യരുടെ നേതൃത്വത്തിൽ ഉച്ചയോടെയാണ് ചൊക്കനയിൽ വോട്ട് ചെയ്യാൻ എത്തിയത്. ഉന്നതിയിലെ 82 വോട്ടർമാരിൽ 50ഓളം പേർ മാത്രമാണ് വോട്ട് രേഖപ്പെടുത്തിയത്. മംഗലം ഡാം, വാഴച്ചാൽ ഉൾപ്പെടെയുള്ള വനമേഖലയിലെ ഉൾക്കാടുകളിൽ താമസിച്ച് വനവിഭവങ്ങൾ ശേഖരിച്ചു വരുന്നതിനാലാണ് ശാസ്താംപൂവത്തെ ഏതാനും കുടുംബങ്ങൾക്ക് വോട്ട് ചെയ്യാൻ എത്താൻ കഴിയാതിരുന്നത്. വാർദ്ധക്യത്തിന്റെ അവശതകൾക്കിടയിലും തെരഞ്ഞെടുപ്പിന്റെ ആവേശം ഉൾക്കൊണ്ട് 105കാരി വോട്ട് ചെയ്യാനെത്തി. കോടാലി പരേതനായ വാസുപുരത്തുകാരൻ കുഞ്ഞുവറീദിന്റെ ഭാര്യ ത്രേസിയാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ കോടാലി GLP സ്കൂളിലെ ബൂത്തിൽ വോട്ട് ചെയ്യാൻ എത്തിയത്.
പഞ്ചായത്തിലെ തെക്കേ കോടാലി വാർഡിലെ വോട്ടറാണ് ത്രേസ്യ. കോടാലി പാടശേഖരത്തിലെ മികച്ച കർഷകരിൽ ഒരാളായിരുന്ന ത്രേസ്യ 90 വയസ്സുവരെ കൃഷിപ്പണികളിൽ സജീവമായിരുന്നു. ശാരീരിക അവശതകൾ മൂലം വീട്ടിൽ വിശ്രമജീവിതം നയിച്ചുവരുന്ന ഈ വയോധിക തനിക്ക് വോട്ട് ചെയ്യാൻ പോകണമെന്ന് വാശി പിടിച്ചതിനെ തുടർന്നാണ് ബന്ധുക്കൾ കാറിൽ കയറ്റി പോളിംഗ് കേന്ദ്രത്തിൽ എത്തിച്ചത്. തുടർന്ന് വീൽചെയറിന്റെ സഹായത്തോടെ ബൂത്തിലെത്തി വോട്ട് രേഖപ്പെടുത്തി. ഒരു വോട്ട് കൂടി ചെയ്യാൻ ഭാഗ്യം ലഭിച്ചു എന്നാണ് വോട്ട് രേഖപ്പെടുത്തിയ ശേഷം ത്രേസ്യ പ്രതികരിച്ചത്. 105ന്റെ നിറവിലും വാർദ്ധക്യ സഹജമായ അവശതകളല്ലാതെ പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങളൊന്നും തന്നെ ഈ വയോധികയ്ക്കില്ല. വീട്ടിൽ ഇരിപ്പായതോടെ പരിചയക്കാരെയും നാട്ടുകാരെയും കാണാൻ കഴിയാതെ വിഷമിച്ചിരുന്ന ത്രേസ്യയ്ക്ക് വോട്ട് ചെയ്യാനുള്ള യാത്ര പഴയ സൗഹൃദങ്ങൾ പുതുക്കാനുള്ള അവസരം കൂടിയായി. കോടാലി പാടശേഖരത്തിലെ സജീവ നെൽകർഷകയായിരുന്നു ത്രേസ്യ. തൻ്റെ നെൽപ്പാടത്ത് നടീൽ, കളയെടുക്കൽ, കൊയ്ത്ത് തുടങ്ങിയ പണികളെല്ലാം ഒറ്റയ്ക്ക് ചെയ്തിരുന്ന ഇവർ ശാരീരിക അവശതകൾ അലട്ടാൻ തുടങ്ങിയപ്പോഴാണ് 90-ാം വയസ്സിൽ നെൽകൃഷിയിൽ നിന്ന് പിന്തിരിഞ്ഞത്. നെൽകൃഷിയോടുള്ള അടങ്ങാത്ത ആവേശം ഇപ്പോഴും ഇവർ മനസ്സിൽ സൂക്ഷിക്കുന്നു. സംസ്ഥാനത്ത് സ്കൂളുകളിലെ ക്രിസ്മസ് അവധി പുനഃക്രമീകരിച്ചു. ഡിസംബർ 24 മുതൽ ജനുവരി 5 വരെയായിരിക്കും അവധി. ഇത് സംബന്ധിച്ച ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കി. ഡിസംബർ 15-ന് ആരംഭിച്ച ക്രിസ്മസ് പരീക്ഷകൾ 23-ന് അവസാനിക്കും. സാധാരണയായി 10 ദിവസമാണ് ക്രിസ്മസ് അവധിയെങ്കിൽ ഇത്തവണ ഇത് 12 ദിവസമാണ് എന്നതാണ് പ്രത്യേകത. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ക്രിസ്മസ് പരീക്ഷ തീയതിയിൽ മാറ്റം വരുത്തിയതാണ് അവധികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമായത്. നടിയെ ആക്രമിച്ച കേസിലെ കോടതി വിധിയിൽ പ്രതികരിച്ച് നടൻ ടൊവിനോ തോമസ്. അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നും ടൊവിനോ തോമസ് പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട് കേസ് ഫയലോ കൃത്യം നടന്ന കാര്യമോ ഒന്നും അറിയില്ല. ഇപ്പോഴത്തെ കോടതി വിധിയെ വിശ്വസിക്കണമെന്നാണ് തോന്നുന്നത്. അതിനും അപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനായി താനും കാത്തിരിക്കുകയാണെന്നും ടൊവിനോ തോമസ് പറഞ്ഞു. ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ്. ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ. നമ്മളിതിൻ്റെ കേസ് ഫയലും കണ്ടിട്ടില്ല, നമ്മൾ കൃത്യം നേരിട്ട് അതിന് കണ്ടിട്ടില്ല. അത് കോടതി വിധിയെ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കാത്തിരിക്കുകയാണ്. അങ്ങനെ തന്നെ ആര് തെറ്റ് ചെയ്തിട്ടുണ്ടോ അവർ തീർച്ചയായിട്ടും ശിക്ഷിക്കപ്പെടും. ഒരു കാരണവശാലും അപ്പീൽ പോകുന്നത് നല്ല കാര്യമാണ്. ആര് തെറ്റ് ചെയ്താലും ശിക്ഷിക്കപ്പെടണമെന്നും ടൊവിനോ പറഞ്ഞു. ഇരിങ്ങാലക്കുട നഗരസഭ 22-ാം വാർഡിലാണ് ടൊവിനോ തോമസിന് വോട്ട്. കുടുംബസമേതം ഇവിടെയെത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷമാണ് മാധ്യമങ്ങളോട് ടൊവിനോ പ്രതികരിച്ചത്. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇംഗ്ലീഷ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സിന്തറ്റിക് വിഷൻസ്, ദ ഇന്റർപ്ലേ ഓഫ് ആർട്ട്, ലിറ്ററേച്ചർ ആൻഡ് ഇമാജിനേഷൻ എന്ന പേരിൽ അന്താരാഷ്ട്ര കോൺഫറൻസ് സംഘടിപ്പിച്ചു. അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ഓഫ് കോണക്റ്റിക്കട്ടിലെ ഡോക്ടർ കാത്രിൻ മെയേഴ്സ് ഉദ്ഘാടനം ചെയ്തു. കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡേവിസ് ചെങ്ങിനിയാടൻ അധ്യക്ഷത വഹിച്ചു. അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോജി കല്ലിങ്ങൽ, പ്രിൻസിപ്പൽ ഡോക്ടർ KL ജോയ്, ഫിനാൻസ് ഓഫീസർ ഫാദർ സിബിൻ വാഴപ്പള്ളി, വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ K കരുണ, പ്രൊഫസർ ഡോക്ടർ J സനിൽ രാജ്, ഷീന സാറ വിന്നി, റോസ്ലിൻ അലക്സ എന്നിവർ നേതൃത്വം നൽകി. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയിലെ ഡോക്ടർ പ്രദോഷ് കുമാർ മിശ്ര, യൂണിസെഫ് ചെന്നൈ കോർഡിനേറ്റർ ഷിനു ശോഭ വിൻസെന്റ് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ഇന്ത്യൻ പൗരന്മാർക്കുള്ള ഫുൾ ബ്രൈറ്റ് ഫെലോഷിപ്പുകൾ സംബന്ധിച്ച പ്രത്യേക ഓൺലൈൻ സെഷനും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിച്ചു. കീനോട്ട് പ്രഭാഷണങ്ങൾ, പ്ലീനറി ടോക്കുകൾ, പാനൽ ചർച്ചകൾ, പേപ്പർ അവതരണം, സാഹിത്യം, ദൃശ്യകല, സൗന്ദര്യശാസ്ത്രം, സൃഷ്ടിപരത്വം എന്നിവയുടെ ബന്ധങ്ങളെ പണ്ഡിതരും വിദ്യാർത്ഥികളും അന്വേഷിക്കുന്നതിന് വേദിയായി. നരേറ്റീവ് തിയറികൾ, ക്രോസ് മീഡിയ അഡാപ്റ്റേഷൻ, സാംസ്കാരിക സ്മൃതി, പരിസ്ഥിതി സൗന്ദര്യം, പെർഫോർമേറ്റീവ് ആർട്സ്, ആഗോള സാഹിത്യ സംവാദങ്ങൾ എന്നിവയിൽ ഗവേഷകർ പ്രബന്ധം അവതരിപ്പിച്ചു. തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ സഹൃദയയുടെ അന്താരാഷ്ട്ര ജേണലിൽ പ്രസിദ്ധീകരിക്കും. ഇനി കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 23 ഡിഗ്രി സെൽഷ്യസ്. കല്ലേറ്റുങ്കര K കരുണാകരൻ മെമ്മോറിയൽ മോഡൽ പോളിടെക്നിക് കോളേജിൽ കമ്പ്യൂട്ടർ ഡെമോൺസ്ട്രേറ്റർ തസ്തികയിൽ താൽക്കാലിക ഒഴിവുണ്ട്.
കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എഞ്ചിനീയറിംഗ് എന്നിവയിൽ ഫസ്റ്റ് ക്ലാസ്സോടെ 3 വർഷത്തെ ഡിപ്ലോമ നേടിയവരെയാണ് പരിഗണിക്കുക. താൽപ്പര്യമുള്ളവർ ഈ മാസം 15-ന് രാവിലെ 10-ന് അസൽ സർട്ടിഫിക്കറ്റുകളുമായി കോളേജിൽ ഇന്റർവ്യൂവിന് ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്ക് 0482720746 അല്ലെങ്കിൽ 8547005080 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ക്രമീകരണങ്ങളുടെ ഭാഗമായി ഡിസംബർ 9 മുതൽ 12 വരെയുള്ള തീയതികളിൽ ഫിറ്റ്നസ് ടെസ്റ്റ്, രജിസ്ട്രേഷൻ പുതുക്കൽ, ഡ്രൈവിംഗ് ടെസ്റ്റ്, ലേണേഴ്സ് ടെസ്റ്റ് എന്നിവ റദ്ദാക്കിയതായി തൃശൂർ RTO അറിയിച്ചു. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 11,955 രൂപ, പവന് 95,880 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. സംസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 2ാം ഘട്ട വോട്ടെടുപ്പ് പൂർത്തീകരിച്ചു. ജില്ലയിൽ മികച്ച പോളിംഗ്. വിവിധ പോളിംഗ് ബൂത്തുകളിൽ മെഷീൻ പണിമുടക്കിയത് വോട്ടർമാരെയും ഉദ്യോഗസ്ഥരെയും വലച്ചു. മറ്റത്തൂർ പഞ്ചായത്തിലെ കിഴക്കൻ വനമേഖലയിലുള്ള ആദിവാസി കുടുംബങ്ങൾ തങ്ങളുടെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചത് ചൊക്കന എസ്റ്റേറ്റിലെ റിക്രിയേഷൻ ക്ലബിൽ സജ്ജീകരിച്ച ബൂത്തിൽ. നടത്തറ പഞ്ചായത്ത് വലക്കാവ് LP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിൽ വോട്ടർമാർക്ക് നേരെ തേനീച്ചയുടെ ആക്രമണം, 11 പേർക്ക് പരിക്കേറ്റു. തലൂരിൽ സ്ഥാനാർത്ഥിക്ക് സ്കൂട്ടറിടിച്ച് പരിക്ക്, NDA സ്വതന്ത്ര സ്ഥാനാർത്ഥി PL ജോസിനാണ് പരിക്കേറ്റത്. മറ്റത്തൂർ കുന്നിൽ ഭീമൻ തേനീച്ചക്കൂട് പരിസരവാസികൾക്ക് ഭീഷണിയായി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിൻ എല്ലാ ദിവസവും രാത്രി 9 മുതൽ യൂട്യൂബിൽ ലഭ്യമാണ്. വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും nctvnews.com എന്ന വെബ്സൈറ്റും NCTV ന്യൂസ് എന്ന ഇൻസ്റ്റഗ്രാം പേജും ഫോളോ ചെയ്യുക. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.